യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും SFIയുടെ താണ്ഡവം. കഴിഞ്ഞ കുറേ നാളുകളായി ശാന്തമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. പൂക്കോട് സംഭവത്തിന് ശേഷം കുറച്ചധികം ശാന്തമായിരുന്നു. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം നമ്മളെല്ലാവരും കണ്ടു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് അവരുടെ കീഴ്പ്പെടാത്ത വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വളരെ നാളുകളായി ഈ വാർത്ത ഇപ്പം പുറത്തോട്ട് വന്നിട്ട് ഇപ്പം ഒരു ഭിന്നശേഷിക്കാരനായ SFIയിലെ ഒരു ഭാരവാഹി തന്നെ അയാളെ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതൃത്വം അയാളെ മർദ്ദിക്കുകയും അയാളെ ഭിന്നശേഷിക്കാരനായ കാല് അവർ ചവിട്ടി ഞെരിക്കുകയും ചെയ്തു. ഒരു മുറിയിലിട്ട് ഇയാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അവരിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാരകമായ പരിക്കേറ്റിട്ടുണ്ട് ആ ഭിന്നശേഷിക്കാരന്. പോലീസ് റിപ്പോർട്ട് ചെയ്ത് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പളും കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും ഒക്കെ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളിനെ ഈ കേസിലെ പ്രതിയാക്കേണ്ടി വരും. കോളേജ് ക്യാമ്പസിനകത്ത് ഈ നേതാക്കന്മാർക്ക്, SFI നേതാക്കന്മാർക്ക് യഥേഷ്ടം ഒരു ഓഫീസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഓഫീസ് കൊടുക്കാനുള്ള അധികാരം പ്രിൻസിപ്പളിനില്ല. അങ്ങനെ കേരളത്തിൽ ഒരു കോളേജിലും ഒരു സ്കൂൾ ക്യാമ്പസിലും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികളിലെ വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കന്മാർക്ക് ഇരിക്കാനും അവർക്ക് പ്രകടനം നടത്താനും അവരുടെ കൊടിതോരണങ്ങൾ വെക്കാനും ഒക്കെ അങ്ങനെ ഒരു സൗകര്യം കേരളത്തിൽ ഒരു സ്കൂളിലും കോളേജിലും കൊടുക്കാൻ പാടില്ല. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയം ഹൈക്കോടതിയിൽ നേരത്തെ വിലക്കിയിട്ടുള്ള കാര്യം എല്ലാവരും മറന്നുപോയി. ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലെ അവരൊക്കെ ഒരു മുറി കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പള്, ആ പ്രിൻസിപ്പളിനെ തീർച്ചയായിട്ടും ഈ കേസിൽ പ്രതിയാക്കണം, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. കാരണം പ്രിൻസിപ്പളിന് യാതൊരു കൺട്രോളും ഇല്ല, ഒരു ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. പഠനമല്ല അവിടുത്തെ ആ SFI നേതാക്കന്മാരുടെ ലക്ഷ്യം, രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഗുണ്ടായിസം നടപ്പാക്കാൻ ഒരു സ്കൂളിൻ്റെയും പ്രിൻസിപ്പളോ ഹെഡ് മാസ്റ്ററോ ആരും തയ്യാറാകരുത്. കാരണം അവർ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യണം. അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭത്തിൽ പോലീസിലേക്ക് കേസ് റിപ്പോർട്ട് ചെയ്യണം. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പള് ഈ ഒരു ഭിന്നശേഷിക്കാരൻ്റെ കാല് വിരല് ചവിട്ടി മെതിച്ച് അത് പരിക്കേൽപ്പിച്ച് ആ സംഭവം അറിഞ്ഞിട്ടും അങ്ങേരെ ഒരു പരാതി കൊടുത്തതായിട്ട് കാണുന്നില്ല. അവിടുത്തെ സീനിയർ അധ്യാപകർ പരാതി കൊടുക്കണം, പ്രിൻസിപ്പൾ കൊടുക്കണം, അതൊന്നും ഇവിടെ കാണുന്നില്ല. കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്ത് ചെയ്യുന്നെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി വേണം. യൂണിവേഴ്സിറ്റി കോളേജിലെ തീർച്ചയായിട്ടും അവിടുത്തെ ഈ കുട്ടികളുടെ പ്രിൻസിപ്പളിനെ ഈ കന്റോൺമെന്റിൽ എടുത്ത കേസിലേക്ക് പ്രതിയാക്കുകയും ചെയ്യണം. പോലീസ് അതിനകത്ത് ഒത്തുകളിച്ചു, കന്റോൺമെന്റ് പോലീസ് ഒത്തുകളിച്ചു, ഒരു നടപടി എടുത്തില്ല. അവരെ SFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുമില്ല. പരാതി കിട്ടി, അവിടെ വന്ന് മഹസർ വരെ എഴുതിക്കൊണ്ട് പോയി, പക്ഷെ അതിൽ അപ്പുറത്തോട്ട് സഞ്ചരിക്കുന്നില്ല. കേരളത്തിലെ ഈ ഇതുപോലെയുള്ള രാഷ്ട്രീയ കുഞ്ഞാടുകൾ വന്നിരുന്ന് അത് വീണ്ടും അവിടെ വന്ന് പ്രകടനങ്ങളും ശല്യങ്ങളും അടിയും ഇടിയും അതുപോലെ തന്നെ പടക്കമേറും ഒക്കെ നമ്മൾ കണ്ടു. വാളുകൊണ്ട് വെട്ടലും എല്ലാം കാണുന്നുണ്ട്. പൂക്കോട് എന്താണ് ഉണ്ടായത്? മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ഒരു വിദ്യാർത്ഥി സിദ്ധാർത്ഥ് 3-4 ദിവസമാണ് ഇല്ലീഗലായിട്ട് ഡീറ്റെയിൻ ചെയ്ത് അവർ മർദ്ദിച്ചുകൊണ്ട് ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. എങ്ങും എത്തിയില്ല. CBI വന്നെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം ആ കുട്ടികളെ ഈ ക്രിമിനലായിട്ട് തന്നെ വളരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. കോളേജ് അധികൃതർ നടപടിയെടുക്കില്ല. ഇവരുടെ ഒപ്പം നിൽക്കുന്നു. അവർ രാഷ്ട്രീയമായിട്ട് ഈ കുട്ടികളുടെ ഒപ്പം ചേരുകയാണ്. മറ്റ് രാഷ്ട്രീയമില്ലാത്ത മറ്റ് നിരപരാധികളായ പഠിക്കണമെന്ന് ഉദ്ദേശിച്ച് മാത്രം കോളേജിൽ വരുന്ന കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള അന്തരീക്ഷവും ഇല്ല. ആ പൂക്കോടുണ്ടായ സംഭവത്തിന്റെ ആവർത്തനം ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് വന്നിരിക്കുന്നു. നേരത്തെ പത്തനംതിട്ടയിൽ ഒരു നഴ്സിംഗ് കോളേജിൽ നമുക്കറിയാം, പെൺകുട്ടികളാണ് മറ്റൊരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് ആ കുട്ടി 2ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി അത് മരണമടഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. ധാരാളം സംഭവങ്ങൾ പതുക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഇത് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടാവണം. രാഷ്ട്രീയ പാർട്ടികളുടെ സ്റ്റുഡൻസ് വിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശാശ്വതമായ നടപടികൾ ഹൈക്കോടതി എടുക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയല്ല കോളേജിലെ രാഷ്ട്രീയം നിർത്തണമെന്ന് പല സംഘടനകളും പറയുന്നെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അതിനോട് യോജിപ്പില്ല. അവർക്ക് അവരുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ പിൻഗാമി വളർന്നു വരാനുള്ള ഒരു വേദിയാക്കി അതപ്പതിപ്പിച്ചിരിക്കുകയാണ് കോളേജുകളെല്ലാം. കേരളത്തിലെ പല കോളേജുകളും ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ എറണാകുളത്തും കോഴിക്കോടും അതുപോലെ തിരുവനന്തപുരത്തും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള യൂണിയൻ നേതാക്കന്മാർ തമ്മിലുള്ള ഫൈറ്റുകൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലെ SFIയുടെയും
അതുപോലെ KSUവിന്റെ ഇലക്ഷൻ സമയത്ത് കണ്ട പോലീസ് അവിടെ വന്ന് അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നതും അവരെ തടയുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്നത്? എന്താണ് അവിടെ രാഷ്ട്രീയമായ അടിപിടിയും അങ്ങനെയുള്ള ആൾക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും. ഒരു കോളേജിലെ ഒരു അന്തരീക്ഷം ഇപ്പം ഒരു പഞ്ചായത്തിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെയൊക്കെ ഇലക്ഷൻ സമയത്ത് റോഡ് നിറയെ വർണ്ണതോരണങ്ങൾ കാണുന്ന പോലെ കോളേജിനകത്തോട്ട് കയറാൻ കഴിയില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ എന്തായാലും ഹൈക്കോടതി റോഡിലൊക്കെ ഇറക്കുന്നതിന് ശക്തമായ എതിർപ്പ് പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ ശ്രദ്ധ കോളേജിനകത്ത് ഒരൊറ്റ ബാനറും ഒരൊറ്റ കൊടിതോരണങ്ങളും കാണാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അതാണ് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും മന്ത്രിയും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ശരി, മന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ആ മന്ത്രി ഒരു എഡ്യൂക്കേഷന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാനും കോളേജിലെ അന്തരീക്ഷം ശാന്തമാക്കാനും ശ്രമിക്കണം. അതോടൊപ്പം അതിന്റെ ഉന്നതയിലിരിക്കുന്ന വൈസ് ചാൻസലറും അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും സ്കൂളിലെ പേരന്റ് ടീച്ചർ അസോസിയേഷൻ എല്ലാവരും ഒരുപോലെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ക്രിമിനാലിറ്റി കാണിക്കുന്നവരെ ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ.